യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയുള്ളൊരു മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. പ്രാർത്ഥനയോടെയാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. ഒന്ന് രണ്ടാളുകൾ ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് എല്ലാ ദിവസവും ഇങ്ങനെ വചനങ്ങൾ പറയാൻ കഴിയുക? അതിനൊറ്റ മറുപടിയുള്ളൂ, ഇത് ദൈവം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്, ദൈവം ഏറ്റെടുത്തൊരു ശുശ്രൂഷയാണ്. ഇത് നമ്മൾ നടത്തുന്നതല്ല, ദൈവം നടത്തുന്ന ഒന്നാണ്. അതാണ് ഈ ശുശ്രൂഷയുടെ ഈ വചനത്തിലൂടെ എല്ലാം നിങ്ങൾ അനുഭവിക്കുന്നത്. ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യ വെള്ളിയാഴ്ചയാണ്, പിള്ളേരുടെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മാസമാണ്. മാതാപിതാക്കളൊക്കെ ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് നിയോഗത്തോടെയാണോ ഓരോ ദിവസവും ദൈവവചനം കേൾക്കുന്നത്, ആ വിഷയത്തിനകത്ത് ആ വചനത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടും. ദൈവം നടത്തുന്നത് അനുഭവിക്കാൻ കഴിയും. കർത്താവേ, അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും തലമുറകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കടാക്ഷം ഈ ജനത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-22 വാക്യങ്ങളാണ്. ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥനയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിത് മനഃപ്പാടമാണ്. എങ്കിലും ഈ വചനം ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാകുന്ന വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. എപ്പോഴും പ്രസംഗിച്ചപ്പോൾ ഗൗരവം കൊടുത്ത വാക്കല്ല ഇന്ന് ഗൗരവം കൊടുക്കുന്നത്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കൊപ്പം പോയി എന്നല്ല, അവർക്ക് മുൻപേ, അവർ പോകുന്നതിന് മുമ്പേ ഈ ദൈവ സാന്നിധ്യം പോയിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഒരു കാര്യം പറയട്ടെ. പകൽ മേഘസ്തംഭം ഉണ്ടായിരുന്നത് കൊണ്ട് എന്താ ഗുണമുണ്ടായെന്നറിയോ? വെയിലുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ആ വെയിലേറ്റില്ല. ആ വെയിൽ കൊണ്ടില്ല, മേഘം ആ വെയിലിനെ തടഞ്ഞു. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, തണൽ മരങ്ങൾ കുറവുള്ള സ്ഥലമാണ്. വെയിൽ കൊണ്ട് ദൈവത്തിൻ്റെ ജനം വാടിപ്പോകാതിരിക്കാൻ പകൽ മേഘസ്തംഭം, അങ്ങനെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നത് കൊണ്ട്, അങ്ങനെ ഒരു മേഘസ്തംഭം ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് വെയിലേറ്റില്ല. ഇത് ദൈവത്തിൻ്റെ നടത്തിപ്പാണ്. ഹല്ലേലൂയ. ഇത് അവർക്ക് മുൻപേ പോയിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ മുൻപേ പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മുൻപേ പോകുമ്പോൾ ഒരു പ്രത്യേകതയാണ്, എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം വഴി മാറിക്കൊണ്ടിരിക്കും. മുൻപേ പോകുന്ന ആ സാന്നിധ്യം നമുക്ക് ഏതെങ്കിലും അപകടമോ അസ്വസ്ഥതയോ അനർത്ഥങ്ങളോ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്തേലും മുന്നിലുണ്ടെങ്കിൽ അത് വഴി മാറിപ്പോവും. കാരണം ദൈവ സാന്നിധ്യം അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളും മാറിക്കൊണ്ടേയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ ദിവസവും വചനം കേൾക്കുമ്പോൾ പകൽ മേഘസ്തംഭത്തിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അസ്വസ്ഥതകൾ, പിണക്കങ്ങൾ, പരാജയങ്ങൾ അതെല്ലാം മാറിപ്പോകാൻ തുടങ്ങും. കാരണം വചനത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം പകൽ മേഘസ്തംഭം പോലെ മുമ്പേ പോയിക്കൊണ്ടിരിപ്പുണ്ട്. അടുത്തൊരു വാക്കാണ്
രാത്രിയിൽ അഗ്നിസ്തംഭമായും കർത്താവ്, രാത്രി അഗ്നിസ്തംഭം. ഇത് വാക്യം വായിക്കുമ്പം ഈ മരുഭൂമിയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഈ മരുഭൂമിയിൽ വിഷപ്പാമ്പുകളുണ്ട് പോലും. അത് മണ്ണിൽ പുതഞ്ഞു കിടക്കും. പെട്ടെന്ന് അത് ആ മണലിൻ്റെ കളറായിരിക്കും. അത് മാരക വിഷമുള്ളതാണ്. പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. രാത്രി അഗ്നിസ്തംഭത്തിലൂടെ ദൈവ സാന്നിധ്യം പോകുമ്പോൾ അവിടെ പുതഞ്ഞോ മറഞ്ഞോ ഇരിക്കുന്നതൊക്കെ ചൂടേറ്റ് പുറത്ത് ചാടി ഓടും. ഒരു ദോഷവും വരാതെ നടത്തുന്ന ദൈവത്തിൻ്റെ പരിപാലന കണ്ടോ? ഒരു തിന്മയും വരാതെ, ഒരു അനർത്ഥവും വരാതെ ദൈവം ഒരു മനുഷ്യനെ, ഒരു ദേശത്തെ, ഒരു ജനത്തെ നടത്തുന്ന പരിപാലന നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ദൈവത്തിൻ്റെ പരിപാലനയാണ് കാണിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പിനെയാണ് കാണിക്കുന്നത്. നിങ്ങളും ശ്രദ്ധിച്ചേ. പകൽ മേഘസ്തംഭമായി ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ആ വെയിൽ അവർക്കേറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നില്ലെങ്കിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യമുണ്ട്. നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലന, നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അതുണ്ടായിരുന്നത് കൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ തളരാതിരുന്നത്, പതറാതിരുന്നത്, പരാജയപ്പെടാതിരുന്നത്, പിടിച്ചു നിന്നത്. ചിലർ നമ്മളോട് ചോദിക്കില്ലേ, ആ പ്രശ്നങ്ങളിലൊക്കെ, ആ പ്രതിസന്ധികളിലൊക്കെ നിങ്ങൾ എങ്ങനെയാ പിടിച്ചു നിന്നേ? നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു? നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ഇത്രയൊക്കെ നിങ്ങൾ സഹിച്ചിട്ടുണ്ടല്ലേ, ഇത്രയൊക്കെ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് തന്നെ നമുക്ക് അത്ഭുതമാണ് എങ്ങനെ നമ്മൾ ആ ഒരു പ്രതിസന്ധിയെ അതിജീവിച്ചു എന്ന്. അതെന്തെന്നറിയാമോ? ഒരാളുടെ കഴിവും അയാളുടെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല, നമുക്ക് മുൻപേ സഞ്ചരിച്ച ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭത്തിലും ഇന്നും ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പകൽ മേഘസ്തംഭത്തിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, രാത്രിയിൽ അഗ്നിസ്തംഭത്തിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം ഇന്നും വെളിപ്പെടുന്നത് അനുഭവിക്കാൻ ഇടവരട്ടെ. അത് ദൈവം നടത്തുന്ന നടത്തിപ്പാണ്, ചുമ്മാ ഉള്ള നടത്തിപ്പല്ല, അത്ഭുതകരമായ നടത്തിപ്പ്. ഇതെൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ട്, ഈ ശുശ്രൂഷയുടെ മേലുണ്ട്, ഈ ആലയത്തിൻ്റെ മേലുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ അതുണ്ട്. അതെന്നാണെന്നറിയോ? നമ്മൾ പണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലെയാണ്. ഒരു ദോഷവും വരാൻ, ഒരു തിന്മയും വരാൻ, ഒരനർത്ഥവും വരാൻ സമ്മതിക്കാതെ ദൈവം നടത്തുന്ന അത്ഭുതകരമായ നടത്തിപ്പാണിത്, അത്ഭുതകരമായ പരിപാലനയാണിത്, അത്ഭുതകരമായ ദൈവിക സഹായമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. അവർക്ക് മുൻപേ, അവരുടെ ഒപ്പമല്ല, അവരുടെ പുറകെയല്ല, മുൻപേ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോഴേ ഈ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹവും ഈ വചനത്തിലൂടെ കിട്ടുന്ന ദൈവിക സാന്നിധ്യവും നമുക്ക് മുൻപേ പോകുമ്പം സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ വഴിമാറിപ്പോകും. നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. മരുഭൂമിയിൽ വിഷപ്പാമ്പെന്ന് പറയുന്നത് പോലെ, മണ്ണിൽ മൂടി പുതഞ്ഞ് കിടക്കുന്ന വിഷപ്പാമ്പുണ്ടെന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണത്തില്ല, പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. നമ്മൾ സാധാരണ പോലെ മുന്നോട്ട് പോയാൽ ആപത്ത് വരാം. ഇതുപോലെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും നമ്മുടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത പല അസ്വസ്ഥതകളും ചില അപകടങ്ങളൊക്കെ പതിയിരിപ്പുണ്ട്. ദൈവ സാന്നിധ്യം അഗ്നിസ്തംഭം പോലെ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം വേഗത്തിൽ മാറിപ്പോകും. ഇത് എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയട്ടെ, എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ ആലയത്തിൽ കൂടിയിരിക്കുന്നവരുണ്ട്, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, വന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഓർക്കുക. ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവരോട് പറയട്ടെ, ഈ ശുശ്രൂഷയെ അംഗീകരിക്കുന്നവരോട് പറയട്ടെ, ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി കാണുന്നവരോട് പറയട്ടെ, നിങ്ങളും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം. വാക്ക് വെളിച്ചമായി മാറുന്ന സ്ഥലമാണ്. പ്രാർത്ഥന മരുന്നാകുന്ന പുണ്യഭൂമിയാണിത്. വചനം വെളിച്ചമായി മാറുന്ന പുണ്യഭൂമിയാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ, കുടുംബങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടങ്ങൾ, ചതി, വഞ്ചന, നിരാശ എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരണമേ. ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ. ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ വചനം അയച്ചു കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ വചനം ശ്രദ്ധിക്കുന്നവർക്കത് ശ്രദ്ധയോടെ കേൾക്കാൻ ഭാഗ്യം കൊടുക്കണമേ. ഈ വചനം എഴുതി വയ്ക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ വചനത്തിൻ്റെ അനുഗ്രഹം ഈ വ്യക്തിയിലും കുടുംബത്തിലും വെളിപ്പെടണമേ. ഈ വചനത്തിൻ്റെ സംരക്ഷണം ഇവിടെ നിലനിൽക്കണമേ. ഈ വചനത്തിൻ്റെ അനുഗ്രഹം ഇവരിൽ ഉണ്ടാകണമേ. പ്രാർത്ഥനയോടെ ഈ വചനം കൊടുക്കുമ്പോൾ അത് വെളിച്ചമായി, സൗഖ്യമായി, വിടുതലായി, അനുഗ്രഹമായി അത് മാറട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവർ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ചുമ്മാ ഷെയർ ചെയ്യരുത്, ഒരു പ്രാർത്ഥനയോടെ ഷെയർ ചെയ്തേ. ഈ വചനം കേൾക്കുന്ന വ്യക്തി ദൈവത്തെ അറിയാൻ, ദൈവസ്നേഹം അറിയാൻ, ദൈവത്തോടടുക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ച് 10 പേർക്കോ 100 പേർക്കോ 200 പേർക്കോ ഒരു നിയോഗത്തോടെ കൊടുക്കുക. നിങ്ങൾക്കും ആ ഒരു അനുഗ്രഹമായിട്ടത് മാറും. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.